ഇന്നലെ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവനക്കാർ എഴുതിയ കുറേ പുസ്തകങ്ങൾ, കവിതകളും ചെറുകഥകളുമായിട്ടുള്ള പുസ്തകങ്ങൾ സമാഹരിച്ച് ഒരു വായനശാല കൂട്ടായ്മ എനിക്ക് നൽകി. വളരെ നല്ല പുസ്തകം, 2 പുസ്തകങ്ങൾ ചെറുതായി ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഇംപ്രസീവാണ് സംഭവം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാർ, പല വാസനയുള്ള ഒരു KSRTCയിലുണ്ട്. ഞാനൊരു കലാകാരൻ കൂടി ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലായിരുന്നെങ്കിൽ ഞാൻ KSRTCക്ക് ഒരു കലാകാരികളുടെ ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടാക്കിയത് എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു. കാരണം KSRTCയിൽ പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു. പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി, സംവിധായകരായി, നടന്മാരായി. അതുപോലെ നല്ല മിമിക്രി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, പാട്ട് നന്നായി പാടുന്നുണ്ട്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് പണ്ട് ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അല്ല KSRTCയിൽ. പക്ഷെ സാഹചര്യം മാറിയാൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കും. കാരണം ഒരുപാട് കലാപ്രതിഭകൾ, സാഹിത്യ രംഗത്ത് മികച്ച സംഭാവന നൽകുന്ന എഴുത്തുകാരും ഒക്കെ KSRTCയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും ഇതൊക്കെ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ പിന്നെ ബസ്സിൽ പോകത്തില്ല എന്നുള്ളൊരു നില വരും. അങ്ങനെയാണത് പല കാലങ്ങളിൽ അങ്ങനെ ക്ഷയിച്ച് പോയത്. നമ്മളൊരു ജോലിയോടൊപ്പം ഒരു നല്ല പ്രവർത്തനം, അതാണ് ഇങ്ങനെ ഒരു മാഗസീൻ വരുമ്പോൾ അതിൽ കഥകൾ എഴുതാം, കവിതകൾ എഴുതാം, ലേഖനങ്ങൾ എഴുതാം, KSRTCയിലെ ആളുകളെ ആകർഷിക്കുക, യാത്രക്കാരെ ആകർഷിക്കത്തുള്ള നല്ല രസകരമായ സംഭവങ്ങൾ എഴുതാം. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ, പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പ്രിന്റ് ചെയ്ത് ഇനിയിപ്പോൾ യൂണിയൻ പ്രവർത്തകരെ നേതാക്കന്മാരെ മുഖത്തൊക്കെ ഒരു ആശങ്കയുണ്ട്. ഇതൊരു 10,000, 1,00,000 കോപ്പി അടിച്ച് പ്രിന്റ് ചെയ്ത് പൈസ കളയുമോ എന്നൊരു പേടിയുണ്ട്. അത് വേണ്ട, ഏറ്റവും മിനിമം കോപ്പി അടിക്കുകയുള്ളൂ. ഞാനത് ഒരു മാഗസീനാക്കി മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട് MD എടുത്ത്.